നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൈൽസ് അഥവാ മൂലക്കുരുവിനെ കുറിച്ചാണ്. പലർക്കും ഉള്ള ബുദ്ധിമുട്ടാണ്. ചിലർക്കത് പുറത്ത് പറയാൻ ഭയങ്കര വിഷമമാണ്. പലരും നേരിട്ട് വരാതെ ഓൺലൈൻ കൺസൾട്ടേഷൻസ് എടുക്കാറുണ്ട്. പക്ഷേ അവർ നമ്മളെ വിളിച്ച് പറയുന്നത് ഡോക്ടർ എനിക്ക് ഫിഷറാണ്, ഡോക്ടർ എനിക്ക് ഫിസ്റ്റുലയാണ് അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ മിക്കവാറും അത് പൈൽസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അസുഖം സ്വന്തം ഡയഗ്നോസ് ചെയ്ത് ഡോക്ടറോട് പറയാതെ നിങ്ങളുടെ ലക്ഷണങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഡോക്ടറോട് പറയുക. ഡോക്ടറാണ് അസുഖം എന്താണെന്ന് നിർണ്ണയിക്കേണ്ടത്. എന്താണ് പൈൽസ്? പൈൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏനൽ കനാലിൻ്റെ, അതായത് മലദ്വാരത്തിൻ്റെ അവിടുത്തെ വെയിൻസ് ഡയലേറ്റ് ആവുന്ന അവസ്ഥയാണ് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ചിലർക്ക് ലോങ് ടേം ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ, അതായത് വയറുറച്ച് പോകുന്നുണ്ടെങ്കിൽ പൈൽസ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വയറുറച്ച് പോകുന്നത്. ചിലരിൽ വയറുറച്ച് പോകുന്നില്ലെങ്കിൽ പോലും അവർ അമിതമായിട്ട് പ്രഷർ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ചിലരിൽ പൈൽസ് കാണാറുണ്ട്. പ്രഗ്നൻസിയുടെ ശേഷം പല സ്ത്രീകളിലും പൈൽസ് ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീകളിൽ പൈൽസ് കാണാറുണ്ട്. ഇതിൽ ഹോമിയോപ്പതിക്കലി നല്ല മെഡിസിൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഹോമിയോപ്പതിക്കലി പൈൽസ്. പലപ്പോഴും ആയുർവേദത്തിൽ പോയി കെട്ടിക്കാനോ മറ്റ് മെഡിസിൻസ് എടുക്കാനോ, ചിലർക്ക് ചില ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ കൂടുതൽ വയറുറച്ച് പോകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അമിതമായിട്ട് ക്ഷീണം, വയറ് പുകച്ചിൽ എന്നിവയൊക്കെ ഉണ്ടാകും ചില മെഡിസിൻസ് എടുക്കും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെയാണ് പലരും നമ്മുടെ അടുത്തോട്ട് ആദ്യം എത്തുക. പക്ഷേ മെഡിസിൻ എടുത്ത് അസുഖം പെട്ടെന്ന് മാറിക്കഴിയുമ്പോഴാണ് പലരും നമ്മളോട് പറയുക, ഡോക്ടർ ഇത്രയും സിമ്പിളായിട്ട് ഇത് മാറാൻ ഹോമിയോയിൽ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന്. തീർച്ചയായിട്ടും ഹോമിയോപ്പതിയിൽ മരുന്നുകളുണ്ട്, നല്ല മരുന്നുകളുണ്ട് പൈൽസിന്. കൃത്യമായ രീതിയിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട ശേഷം കാര്യങ്ങൾ വിശദീകരിച്ച് കൃത്യമായ മരുന്നുകൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഡയറ്റും കാര്യങ്ങളും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. പല ടൈപ്പിലുള്ള പൈൽസ് ഉണ്ട്. ഇൻറ്റേർണൽ ഹെമറോയിഡ്സ്, എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞ 2 ടൈപ്പിലുണ്ട്. പല ഗ്രേഡുകളിലുണ്ട്. ഒരു മണി പോലത്തെ ഒരു സാധനം രൂപപ്പെട്ട് അത് നിങ്ങളുടെ ഏനൽ കനാലിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നതിനെ നമ്മൾ ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയും. നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് മാത്രം അത് പുറത്തോട്ട് വന്ന് വീണ്ടും തിരികെ ഉള്ളിലോട്ട് പോകുന്നതിനെ നമ്മൾ സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയും. ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അത് പുറത്തോട്ട് വന്ന് വീണ്ടും സ്വന്തം അത് അകത്തോട്ട് പോകാത്തതിന് തേർഡ് ഗ്രേഡ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ കേസ് സിവിയർ ആവുന്നതിനനുസരിച്ചാണ്. ചിലർക്ക് പുകച്ചിലുണ്ടാവും, ചിലരിൽ ബ്ലീഡിങ്ങുകൾ ഉണ്ടാവും, ചിലർക്ക് നല്ല നടുവേദന ഉണ്ടാവും കൂടെ. അങ്ങനെ പല സിംറ്റംസ് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പൈൽസ് ഉണ്ടെങ്കിൽ ഒരിക്കലും വയറുറച്ച് പോകാൻ അനുവദിക്കാതിരിക്കുക. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ നാര് കൂടിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. വയറ് സുഗമമായി പോകാൻ വേണ്ടി നന്നായിട്ട് വെള്ളം കുടിക്കുക. എന്നിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള മരുന്നുകൾ കൂടി എടുക്കുക. ഇപ്പം നിങ്ങളുടെ പൈൽസ് കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റി തന്നു കഴിഞ്ഞാലും വീണ്ടും തുടരെയുള്ള വയറുറച്ച് പോകുന്ന അവസ്ഥ നിങ്ങൾ തടയണം. എന്നാലേ വീണ്ടും ഇത് ഉണ്ടാകാതിരിക്കുകയുള്ളൂ. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലൂടെ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് പോലെയാണ് ഇത്. അതുപോലെ തന്നെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുന്നേ പറഞ്ഞതുപോലെ നല്ല നാര് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ചിലർക്ക് ചിക്കൻ, ഫിഷ് എന്നൊക്കെ കഴിച്ചാൽ ബുദ്ധിമുട്ട് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിന് ചേരുന്നില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കൂടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ചിലരിൽ ബിസ്ക്കറ്റ് കഴിച്ചാൽ, ചിലർക്ക് ഗോതമ്പ് കഴിച്ചാലെല്ലാം വയറുറച്ച് പോകാൻ സാധ്യതയുണ്ട്. അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചാണ്. നിങ്ങൾക്ക് വയറുറച്ച് പോകാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക.